ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഫിക്സഡ് പോയിന്റ് ഐട്രേഷൻ മെത്തേഡിൻ്റെ അൽഗോരിതം ആയിരുന്നു. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ ആദ്യം അതിനെ ആക്കി മാറ്റണം, തന്നിരിക്കുന്ന ഓൾജിബ്രൈക് ഇക്വേഷനെ അങ്ങനെ ആക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പല രീതിയിൽ ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല രീതിയിൽ ഇതാ ഇവിടെ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനെ പല രീതിയിൽ എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ എഴുതിയിട്ടുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യവും, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഇൻട്രവൽ തന്നിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻട്രവൽ 1 2 ആണ്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ മിഡ് പോയിൻ്റ് ആയ പി നോട്ട് ഈക്വൽ ടു 1.5 എന്നുള്ള വാല്യൂ ഇനീഷ്യൽ വാല്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു പോയിൻ്റ് എടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂവിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാല്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ഇവിടെ ആദ്യം ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് ഫസ്റ്റ് വൺ എ ആണ് എടുക്കണമെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ക്യൂബ് മൈനസ് 4x² പ്ലസ് 10 എന്നുള്ള ഒരു വാല്യൂവിലാണ് കൊടുക്കണമെങ്കിൽ അടുത്ത നെക്സ്റ്റ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് ഈക്വൽ ടു 1.5 എന്നുള്ളത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിന് ഒരു വാല്യൂ കിട്ടും, കാൽക്കുലേറ്ററിൽ അതിനൊരു വാല്യൂ കിട്ടും. ഇതാ ഇവിടെ എയുടെ താഴെ അത് എഴുതിയിട്ടുണ്ട്, മൈനസ് 0.875 എന്നാണ് ഒരു പ്രാവശ്യം ആ പ്രോസസ്സ് ഐട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഇനി ഈ മൈനസ് 0.875 എന്നുള്ളത് വീണ്ടും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കൊടുക്കരുത് കേട്ടോ, റൈറ്റ് സൈഡിൽ മാത്രം കൊടുക്കുക. ഇംപ്രൂവ് ചെയ്ത എക്സുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ മൈനസ് 0.875 വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും, അതാണ് 6.732. അപ്പോൾ ഇവിടെ അൽഗോരിതം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എത്ര സ്റ്റെപ്പ് ഐട്രേഷൻ വേണോ ആ സ്റ്റെപ്പ് വരെ ആദ്യം പി ഈസ് ഈക്വൽ ടു ജി ഓഫ് പി നോട്ട് കൊടുക്കും. അതായത് 1.5, ഇപ്പോൾ ആ എക്സാമ്പിളാണെങ്കിൽ 1.5 നമ്മൾ കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഒരു ടോളറൻസ് തന്നിട്ടുണ്ട് എങ്കിൽ ഇത്രയും എററിന് ഇത്രയും ലെസ് ദാൻ 10⁻⁻⁴ എന്നോ 10⁻⁻³ എന്നൊക്കെ തന്നിട്ടുണ്ട് എങ്കിൽ ആ പിയും പി നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എറർ ഇതിനേക്കാളും ചെറുതാവണ വരെ ഇത് അങ്ങനെയാണ് എങ്കിൽ, ചെറുതാണ് എങ്കിൽ ഔട്ട്പുട്ടായിട്ട് ആ സൊല്യൂഷനെ തരും. എന്നിട്ട് പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. വീണ്ടും അതല്ല എങ്കിൽ i ഈക്വൽ ടു i+1 ചെയ്യും. അടുത്ത് വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു റിപ്പീറ്റേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ നിങ്ങൾ ആ റിപ്പീറ്റേഷൻ എഴുതി ചെയ്ത് കാണിച്ചിട്ടില്ല, പകരം ഈ ടേബിളായിട്ട് നിങ്ങൾക്ക് തന്നിക്കാണ്. അതായത് ഇത് പല രീതിയിൽ എഴുതാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ടേബിളായിട്ട് തന്നിരിക്കുന്നത്. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ 6.732 തന്നിട്ടുണ്ട്. ദെൻ ഈ 6.732 എന്നുള്ളത് വീണ്ടും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത എക്സ് കിട്ടും, പുതിയ എക്സ് കിട്ടും. അത് മൈനസ് 469.7 തന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് കിട്ടും, അത് 1.03 × 10⁻⁻⁸ വലുതായി പോണ കണ്ടോ, അങ്ങനെ ഒരു വാല്യൂ കിട്ടും. അടുത്തത് ബി ഈക്വൽ ടു, ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു ദിസ് 1 എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, വേറൊരു ഫോമിൽ എഴുതിയിരിക്കുകയാണ്. അവിടെ നമ്മൾ 1.5 സ്റ്റാർട്ട് ചെയ്യും, ഒരു പ്രാവശ്യം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ 0.8165 എന്ന് കിട്ടും. അതുപോലെ ആ വാല്യൂ വീണ്ടും കൊണ്ടുപോയിട്ട് ഇതിൽ വീണ്ടും എക്സ് കാൽക്കുലേറ്റ് ചെയ്യും. 0.8165 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വീണ്ടും എക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2.9969 എന്ന് കിട്ടും. ഓക്കെ, ഇനി ആ 2.9969 എന്നുള്ളത് വീണ്ടും ഇതിലൊരു പ്രാവശ്യം കൂടെ ഐട്രേറ്റീവ് മെത്തേഡാണിത്. ഓരോ പ്രാവശ്യവും നമ്മൾ കിട്ടുന്ന സൊല്യൂഷൻ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമ്പ്രൂവ് ചെയ്ത വാല്യൂ, അതായത് ഫിക്സഡ് പോയിൻറ്റിൻ്റെ കറക്റ്റ് വാല്യൂവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഇങ്ങനൊരു വാല്യൂ കിട്ടും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ടാണ്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പകുതിക്ക് വെച്ച് നമ്മൾ സ്റ്റോപ്പായി പോകും, ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ മൂന്നാമത് എഴുതിയിരിക്കുന്ന രീതി വെച്ചിട്ട് പല പ്രാവശ്യം ചെയ്തതാണ്. പ്രാവശ്യം ഐട്രേഷൻ ചെയ്തതിൻ്റെ എണ്ണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയൊന്നും നമുക്ക് ചെയ്ത് നോക്കാൻ പ്രാക്ടിക്കലി എളുപ്പമല്ല, പക്ഷെ പല രീതിയിൽ എഴുതാമെന്നുള്ളത് കാണിക്കാൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാനിതൊന്നും എടുത്ത് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ അതാ നോക്കൂ, ഓരോ പ്രാവശ്യവും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എപ്പോഴും നമുക്ക് തന്നേക്കുന്ന ഓൾജിബ്രൈക് ഇക്വേഷനെ എക്സ് ഈക്വൽ ടു സംതിങ് എന്നുള്ള ഫോമിലേക്ക് ആക്കി മാറ്റുക. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ നിന്ന് ഒരു വാല്യൂ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ സെലക്ട് ചെയ്യുക. ഇനീഷ്യൽ അപ്രോക്സിമേഷൻ സെലക്ട് ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ആ ഇക്വേഷനിൽ ഒരു പ്രാവശ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2 പ്രാവശ്യം, പിന്നെ കിട്ടുന്ന വാല്യൂ ആദ്യം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ കിട്ടുന്ന വാല്യൂ ആദ്യം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ആ ഇറ്ററേറ്റീവ് പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനിപ്പോൾ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ തന്നിട്ടുണ്ട്, എറർ ഇത്രയും ഇതിനേക്കാളും ചെറുതാവുന്നവരെ, അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ട് എങ്കിൽ മാത്രം അതിനനുസരിച്ച് പ്രോബ്ലം ചെയ്യുക. അല്ല എങ്കിൽ ഒരു 5 or 6 സ്റ്റെപ്സ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത്
നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഈ 30 സ്റ്റെപ്പൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് ഇവിടെ വരെ ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ നാലാമത്തെ രീതിയിൽ എഴുതുമ്പോൾ ഇത്രയും വരെ ചെയ്തിട്ടിട്ടുണ്ട്. 5ാമത്തെ രീതിയിൽ എഴുതുമ്പോൾ ഇവിടെ ഇത്രയും വരെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ നിങ്ങളോട് പറയുന്ന ടെക്സ്റ്റിൽ നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്. ഇപ്പോൾ പല രീതിയിൽ നമുക്ക് എഴുതാമെങ്കിലും നോക്കിയേ, ഇത് രണ്ടും പകുതിക്ക് വെച്ച് സ്റ്റോപ്പായി പോകും. ഇത് ഒരുപാട് വലുതായാണ് പോണത്. ഇത് നെഗറ്റീവിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമല്ല. 3ാമത്തേലാവുമ്പോൾ ഒരു 30 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും 1.36523C013 എന്നുള്ള ആ ഒരു വാല്യൂവിലേക്ക് എത്തും. അതുപോലെ 4ാമത്തതിൽ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ആ സെയിം വാല്യൂ 15ാമത്തെ സ്റ്റെപ്പിൽ കിട്ടും. 5ാമത്തേൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ഈ സെയിം വാല്യൂ 4ാമത്തെ സ്റ്റെപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് ഏകദേശം അക്യുറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ. ഇതാണ് ഫിക്സഡ് പോയിൻറ്റിൻ്റെ കണ്ടീഷൻ. x=g(x) എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ഇതാണെന്ന് നിങ്ങൾക്ക് കിട്ടും. കാരണം ഇതിൽ നിങ്ങൾ 5ലായാലും 3ലായാലും 4ലായാലും 5ലായാലും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ബാലൻസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ്. കുറച്ചും കൂടെ ചെയ്താൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന വാല്യൂ കിട്ടാതിരിക്കില്ല. പക്ഷേ ഇതാണ് ഏകദേശം അക്യുറേറ്റ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ വരുന്നത്. ഒരു 6-7 ഡെസിമൽ പ്ലേസിന് അത് സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന രീതി അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് ഇവർ നമ്മളോട് പറയാനായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എയും ബിയും പറ്റില്ല, കാരണം അത് പകുതിക്ക് വെച്ച് സ്റ്റോപ്പായി പോവും. പക്ഷേ സിയിലോ ഡിയിലോ ഇയിലോ ഈ 3 രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എഴുതുന്നതിനനുസരിച്ചിട്ട് ഒരുപക്ഷെ സ്പീഡിൽ ആൻസർ കിട്ടാം, ഒരുപക്ഷെ കുറച്ചധികം സ്റ്റെപ്സ് ചെയ്തിട്ടേ ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എഴുതുന്ന രീതിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതൊന്ന് മനസ്സിലാക്കി തന്നതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് x=g(x) എഴുതാം. അത് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് ഫിക്സഡ് പോയിൻ്റ് ഐറ്ററേഷനിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കതിനൊരു തിയറം പറയുന്നുണ്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് ഇതാണ്: ഹൗ ക്യാൻ വി ഫൈൻഡ് എ ഫിക്സഡ് പോയിന്റ് പ്രോബ്ലം ദാറ്റ് പ്രൊഡ്യൂസസ് എ സീക്വൻസ് ദാറ്റ് റിലയബിളി ആൻഡ് റാപ്പിഡ്ലി കൺവേർജസ് ടു എ സൊല്യൂഷൻ ടു എ ഗിവൺ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം. അപ്പോൾ നമുക്കിനി അടുത്തൊരു ത്രെട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ, എങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാം, എത്രയും പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് എന്തെങ്കിലും കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ക്ലൂകൾ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഫിക്സഡ് പോയിൻ്റ് തിയറം എന്നും അതുപോലെ അതിൻ്റെ കൊറോളറി എന്നും പറഞ്ഞ് തൊട്ട് താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. ആദ്യം ഫിക്സഡ് പോയിൻ്റ് തിയറം എന്താണെന്ന് നോക്കാം. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഫിക്സഡ് പോയിൻ്റ് തിയറം: ലെറ്റ് G belongs to C of closed interval AB be such that g(x) belongs to closed interval AB. അപ്പോൾ G എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിന്മേൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് g(x). അതിൻ്റെ ഇമേജ് കൊടുക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലാണ്. ഫോർ ഓൾ x ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ആൻഡ് സപ്പോസ് ഇൻ അഡീഷൻ ദാറ്റ് g(x) is on open interval a b and that a constant 0 less than k less than 1 exists with modulus value of g(x) less than or equal to k. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? g(x) on open interval a b. ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ അത് ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് ദാറ്റ് എ കോൺസ്റ്റൻറ്റ് 0 less than k less than 1 എക്സിസ്റ്റ്. ഒരു കോൺസ്റ്റൻറ്റ് k എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിത്ത് മോഡുലസ് വാല്യൂ ഓഫ് g(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. അതായത് മോഡ് g(x)ന് ഒരു അപ്പർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർ എനി നമ്പർ p0 in closed interval a b, the sequence defined by Pn is equal to g of Pn minus 1 എന്ന് വെച്ചാൽ പഴയതിട്ട് കൊടുത്ത് പുതിയ Pnകളെ കണ്ടുപിടിക്കുന്ന രീതി, നമ്മുടെ ഇറ്ററേറ്റീവ് പ്രോസസ്സ്. Then the sequence defined by Pn is equal to g of Pn minus 1 n greater than or equal to 1 converges to the unique fixed point P in closed interval a b. Converges to the unique fixed point P in closed interval a b. ഈ കണ്ടീഷനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡ് g(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു k വിത്ത് k ലെസ് ദാൻ 1 എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിന് യുണീക്ക് ഫിക്സഡ് പോയിന്റ് ഉണ്ടാവുള്ളൂ എന്നൊരു തീരം തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് ഫിക്സഡ് പോയിന്റ് തീരം പറയുന്നത് ഇതാണ്: ഏത് നമ്പർ p0 ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി സെലക്ട് ചെയ്താലും, ഏത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ നിന്ന് p0 എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ആണ് അല്ലേ, ഏത് ഇനീഷ്യൽ അപ്രോക്സിമേഷൻ എടുത്താലും ഈ Pn is equal to g of Pn minus 1 എന്നുള്ള ഐറ്ററേറ്റീവ് പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ഫിക്സഡ് പോയിന്റും
എങ്ങനെ നമ്മൾ ഈ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ സ്റ്റാർട്ട് ചെയ്താലും ഈ സീക്വൻസ് ഇത് എവിടേക്കാണ് പോവുള്ളൂ, ഈ ഐട്രേറ്റീവ് പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് എവിടേക്കാണ് കൺവേർജ് ചെയ്യുള്ളൂ, ആ യുണീക്ക് ഫിക്സഡ് പോയിന്റ് പി എന്താണോ അതിലേക്കേ കൺവേർജ് ചെയ്യുള്ളൂ എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൂഫ് നോക്കാം. Theorem 2.3 implies that a unique fixed point P exists in closed interval AB with g of P is equal to P. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച തിയറാണ്. കോൺസ്റ്റൻറ്റ് കെ അങ്ങനെ ഒരു രീതിയിൽ വരുന്നുണ്ട് എങ്കിൽ അതിന് യുണീക്ക് ഫിക്സഡ് പോയിന്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് ഇവിടെ കോട്ട് ചെയ്യുക കേട്ടോ. ഇതിങ്ങനെ എഴുതിയാൽ പോരാ, ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് നിങ്ങളിവിടെ എഴുതണം. ദെൻ since G maps closed interval AB into itself, ഇമേജും ഡൊമൈനും റേഞ്ചും സെയിം തന്നെയാണ്. The sequence Pn from n equal to 0 to infinity is defined for all n greater than or equal to 0. അപ്പോൾ എല്ലാ സീക്വൻസും രണ്ടും AB തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇത് ഏത് വാല്യൂ എടുത്തിട്ടുണ്ട് എങ്കിലും നമുക്കത് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് Pn ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ AB. ഓരോ Pnഉം ക്ലോസ്ഡ് ഇൻ്റർവൽ ABയിൽ തന്നെ ഉണ്ടായിരിക്കും. Using the fact that mod g dash of x less than or equal to k and the mean value theorem number ഒന്നും നിങ്ങൾ എഴുതണ്ട നോട്ട് എഴുതുമ്പോൾ, we have for each n, ഇപ്പോൾ mod g dash of x less than or equal to k and k less than 1 എന്നുള്ളത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ വാല്യൂ തിയറം കൂടി യൂസ് ചെയ്യാം. മീൻ വാല്യൂ തിയറം കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് Pn മൈനസ് പി, ഈ Pnഉം ക്ലോസ്ഡ് ഇൻ്റർവൽ ABക്കകത്താണ്, പിയും ക്ലോസ്ഡ് ഇൻ്റർവൽ ABക്കകത്താണ് കേട്ടോ. മോഡ് Pn മൈനസ് പി ഈസ് ഈക്വൽ ടു മോഡുലസ് വാല്യൂ ഓഫ് Pn നമുക്ക് g ഓഫ് Pn മൈനസ് 1 എഴുതാം, Pn നമുക്ക് g ഓഫ് P എന്ന് എഴുതാം. ദിസ് എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു മീൻ വാല്യൂ തിയറം യൂസ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ മീൻ വാല്യൂ തിയറം യൂസ് ചെയ്യുന്നത്. ദിസ് ഈക്വൽ ടു നമുക്കറിയാം ഇത് മോഡ് ജി ഡാഷ് ഓഫ് സൈ എൻ എന്നാണ് കേട്ടോ. ഇത് സൈ എൻ, ഞാൻ സൈ എന്ന് പറഞ്ഞ ലെറ്റർ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സൈ സഫിക്സിൽ എൻ. ഇതിപ്പോൾ സൈ തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു തീറ്റ എന്നോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തീറ്റാന്നോ എഴുതിയാലും മതി. ഈ സിമ്പിൾ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല ടെക്സ്റ്റിൽ. ഇതായതുകൊണ്ട് നിങ്ങളിത് ഫോളോ ചെയ്തോളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ മോഡ് ജി ഡാഷ് ഓഫ് സൈ എൻ ഇൻറ്റു മോഡ് Pn മൈനസ് 1 മൈനസ് പി എന്ന് എഴുതാനായിട്ട് പറ്റും യൂസിങ് മീൻ വാല്യൂ തിയറം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശരിക്കും മോഡ് Pn മൈനസ് 1 ബൈ പി ഇവിടെ ഡിയിലാണ് വരേണ്ടത്, അതും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ജി ഡാഷ് ഓഫ് സൈ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. മോഡ് ജി ഡാഷ് ഓഫ് ഏത് എക്സ് എടുത്താലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. ഇൻ പർട്ടിക്കുലർ അത് സൈ എൻ എടുത്താലും ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. അപ്പോൾ കെ ഇൻറ്റു മോഡ് Pn മൈനസ് 1 മൈനസ് പി എന്ന് കിട്ടും. വേർ സൈ എൻ ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ AB. ഓക്കെ, സൈ എന്നല്ല സീറ്റ, സീറ്റ എന്നാണ് അത് വായിക്കുക, സൈ എന്നല്ല വായിക്കുക. സൈ സ്മോൾ ലെറ്റർ സൈയും ഏകദേശം ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ സീറ്റാന്നോ തീറ്റാന്നോ സൈന്നോ എന്ത് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ക്യാപിറ്റൽ സീറ്റയാണിത്, ഇതുപോലെ എഴുതുക. സൈ എന്ന് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് സ്മോൾ ലെറ്റർ സൈ എന്നാണ് വായിക്കുക. സീറ്റ എന്ന് ഞാൻ തെറ്റി പറഞ്ഞതാണ്. സീറ്റ അത് ക്യാപിറ്റൽ ലെറ്ററാണ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, അവിടെ ഒരു ലെറ്റർ എഴുതിയാൽ മതി. അപ്ലൈയിങ് ദിസ് ഇൻഇക്വാളിറ്റി ഇൻഡക്റ്റീവ്ലി ഗീവ്സ്, അപ്പോൾ ഇത് നമുക്ക് കിട്ടി മോഡ് Pn മൈനസ് പി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു മോഡ് Pn മൈനസ് 1 മൈനസ് പി എന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ Pn മൈനസ് പിക്ക് പകരം ഈ മോഡ് Pn മൈനസ് 1 മൈനസ് പി എടുത്തിട്ട് ഇതുപോലെ ചെയ്തു വയ്ക്കുക. ഇവിടെ നമുക്ക് മോഡ് Pn മൈനസ് 1 മൈനസ് Pn മൈനസ് 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ സ്ക്വയർ ഇൻറ്റു മോഡ് Pn മൈനസ് 2 മൈനസ് പി എന്ന് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു മോഡ് Pn മൈനസ് 1 മൈനസ് പി വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ മോഡ് Pn മൈനസ് 1 മൈനസ് പിക്ക് പകരം കെ ഇൻറ്റു മോഡ് Pn മൈനസ് 2 മൈനസ് പി കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഓൾറെഡി ഉള്ള കെയും കൂടി വെച്ചിട്ട് ഇവിടെ കെ സ്ക്വയർ ഇൻറ്റു മോഡ് Pn മൈനസ് 2 മൈനസ് പി. ദെൻ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തു പോയാൽ കെ സ്ക്വയർ ഇൻറ്റു കെ ക്യൂബ് ഇൻറ്റു മോഡ് Pn മൈനസ് 3 മൈനസ് പി എക്സെട്ര വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ റേസ് ടു എൻ ഇൻറ്റു മോഡ് പി നോട്ട് മൈനസ് പി എന്ന് എഴുതാൻ പറ്റും, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ. ആൻഡ് വി നോ ദാറ്റ് 0 ലെസ് ദാൻ കെ ലെസ് ദാൻ 1. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കെ റേസ് ടു എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ഈ ലിമിറ്റ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള വാല്യൂ ആണെങ്കിൽ അതിൻ്റെ പവർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 0ലേക്കാണ് പോവുക എന്നുള്ളത്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് Pn മൈനസ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്
n ടെൻസ് ടു ഇൻഫിനിറ്റി കെ റേസ് ടു n ഇൻറ്റു മോഡ് പി നോട്ട് മൈനസ് പി, ഇവിടെ ലിമിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് സീറോയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡക്റ്റും സീറോയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പി എൻ എവിടേക്ക് കൺവേർട്ട് ചെയ്യും? പിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതിൻ്റെ ലിമിറ്റ് 0 ആണെങ്കിൽ പി എൻ പിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ.